അരി കടല പായസം തയ്യാറാക്കാനായിട്ട് ഒരു കുക്കറിൽ പൊട്ടുകടലയും അരിയും ചേർക്കുക. ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ ഇത് പാകം ചെയ്യാം. ഇനി ഒരു പാനിൽ പോപ്പി സീഡ്സ് ഇട്ട് 4-5 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് വിടുക. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. നല്ല പൗഡർ ആയത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് വീണ്ടും അരയ്ക്കാം. ഇനി ഒരു പാനിൽ ശർക്കരയും വെള്ളവും എടുക്കുക. ഇതിനി നന്നായിട്ട് മെൽറ്റ് ആകണം. ഈ ശർക്കര അലിഞ്ഞു വരുന്നത് വരെ ഇത് നമുക്ക് പാകം ചെയ്യാം. ഇനി മറ്റൊരു പാനിൽ നെയ്യൊഴിച്ച് ചൂടാക്കുക. ഇത് നന്നായി ചൂടായാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് 1 മിനിറ്റ് ഫ്രൈ ചെയ്യാം. എന്നിട്ട് മാറ്റിവെക്കാം. ആദ്യം കുക്കറിൽ വെച്ച അരിയും പരിപ്പും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പാനിലേക്ക് മാറ്റാം. ഒപ്പം അരച്ചു വെച്ച ചേരുവകളും ചേർത്ത് നന്നായിട്ട് ഇളക്കി പാകം ചെയ്യാം. ഇനി ഇതിലേക്ക് മെൽറ്റായി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. എല്ലാം ഒരു 5-6 മിനിറ്റ് പാകം ചെയ്യണം. കുറച്ച് കട്ടിയായി കിട്ടുന്നത് വരെ ഇത് പാകം ചെയ്യുക. നല്ല പാകത്തിനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ തയ്യാറാണ്. സ്വാദിഷ്ടമായിട്ടുള്ള ഈ പായസം ചൂടോട് കൂടി വിളമ്പാവുന്നതാണ്. അപ്പോൾ പായസം കുടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരും മധുരപ്രേമികളും ഒക്കെ ഇപ്പോൾ തന്നെ ഈ വിഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.